ഹായ് ഫ്രണ്ട്സ്, സാപ്പിണിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലീസ് ചെയ്യുന്നതും അടുത്ത ആഴ്ചകളിലൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട റിലീസുകളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നമുക്ക് അതിലൊന്നാമതെന്നുള്ളത് ഒരു സീരീസാണ്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസാണ്. എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. മൂന്നാമത്തെ സീസണാണ്. ആഹാ വീഡിയോയിൽ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൂല്യം, ദ പ്രൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV തെലുങ്ക് ഭാഷയിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സ്പാനിഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ദ മാർക്ക്ഡ് വുമൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസാണ് ലിംഗം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കതിർ, ദിവ്യഭാരതി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ മാസം 26 പാൻ ഇന്ത്യൻ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ് ഗുല്ലക്ക് എന്ന് പറയുന്ന സീരീസ്. 5ാമത്തെ സീസൺ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് സോണി ലൈവിൽ. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നമ്മുടെ സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യ പ്രധാന വേഷം കൈകാര്യം ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കറുപ്പ് എന്ന് പറയുന്ന സിനിമ. ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസം 13 അല്ലെങ്കിൽ ജൂൺ മാസം 19 റിലീസുകൾ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ അടുത്ത് തന്നെ പുറത്തു വരുന്നതാണ്. അടുത്തൊരു കന്നഡ ആക്ഷൻ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദ റൈസ് ഓഫ് അശോക എന്ന് പറയുന്ന സിനിമ. കന്നഡ, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് അഗ്ലി സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആഹാ വീഡിയോസിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് വിജയരാഘവൻ, മീനാക്ഷി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജൂനിയേഴ്സ് ജേണി എന്ന് പറയുന്ന സിനിമ. മാക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ബോളിവുഡിലെ ഏറ്റവും വലിയൊരു വിജയം കരസ്ഥമാക്കിയ ദുരന്തർ 2 എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ബേസിൽ ജോസഫ് നിർമ്മിച്ച സിനിമയായിരുന്നു അതിരടി എന്ന് പറഞ്ഞ സിനിമ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് സോണി ലിവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇപ്പോൾ അവർ ഡേറ്റ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂൺ മാസം 19 ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് അതിരടി എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ റിലീസുകൾ ഏതൊക്കെയെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഇന്ന് രാത്രി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും